ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബനാന സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ ചൂടുകാലത്ത് നമുക്ക് തണുപ്പുള്ളത് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും ഒക്കെ തോന്നിക്കുമല്ലേ. അപ്പോൾ ഇതൊരു നല്ല സ്മൂത്തിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ പഴം ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മിനിമം ഒരു 2 to 3 hours എങ്കിലും വെക്കണം, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി. ഇനി ഞാനിവിടെ കാഷ്നട്ട്സും ബദാമും എടുത്തിട്ടുണ്ട്. അപ്പോൾ 4-5 കാഷ്നട്ട്സും 4 ബദാമും ഒക്കെ മതിയും. അപ്പോൾ അത് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ 5 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു കളഞ്ഞിട്ട് ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചാൽ മതിയാവും. മിനിമം 1 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച ബനാന എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് സോക്ക് ചെയ്ത് വെച്ച നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനിയും ഹണി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, നമ്മുടെ മധുരത്തിൻ്റെ അളവനുസരിച്ച് ഹണി ചേർത്ത് കൊടുക്കാം. ഇനിയും 1 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ പകുതി പോർഷന് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ബാക്കി പാലും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പും കൊണ്ട് ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ഡെക്കറേഷൻ പർപ്പസിന് മാത്രം ഞാൻ ഒഴിച്ചു എന്നേ ഉള്ളൂ. ഇനി ആ ബനാന സ്മൂത്തി ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെ ചോക്ലേറ്റ് സിറപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബനാന സ്മൂത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പിള്ളേർക്ക് വേണ്ടി ഞാനൊരു വൈൻ ഗ്ലാസ്സിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇങ്ങനെ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്ത് കണ്ടപ്പോഴേ അവർക്ക് കുടിക്കാനായിട്ട് തോന്നിച്ചു. അപ്പോൾ അവർക്ക് കുടിച്ചു, ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.